ഗൈസ് അങ്ങനെ കൂലി കണ്ടു. ഈ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എന്താണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതാദ്യം പറഞ്ഞു തന്നെ തുടങ്ങാം. കൂലി എന്ന് പറയുന്ന സിനിമ ഈ വർഷം ഒരുപാട് എക്സ്പെക്ട് ചെയ്ത സിനിമയാണ്. പ്രത്യേകിച്ച് ഒരു രജനീകാന്ത് സിനിമ. അത് മാത്രമല്ല ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിൻ്റെ സിനിമ. ഈ 2 ഫാക്ടേഴ്സാണ് ഈ സിനിമ ഇത്ര ബൂസ്റ്റ് ചെയ്തത്. ഇപ്പം നമ്മളൊരു ക്ലാസ് മാസ് സിനിമ കാണാനായിട്ടാണ് പോകുന്നത്. പക്ഷേ ചെന്ന് നമുക്കിരുന്നപ്പോൾ നമുക്ക് കിട്ടിയതൊരു ബിലോ ആവറേജ് സിനിമയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? ആ സെയിം ഫീലിംഗ് ആയിരുന്നു കൂലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. കാരണം പ്രത്യേകിച്ച് ഒരു സാധനമില്ല. ഒരു ക്ലീഷേ റിവെഞ്ച് സ്റ്റോറി. നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ട്. ഓക്കെ, ക്ലീഷേ റിവെഞ്ച് സ്റ്റോറി ആണെങ്കിൽ തന്നെ ഒരു രജനീകാന്ത് സിനിമയ്ക്ക് നമുക്ക് കിട്ടുന്നൊരു സാധനം, ഒരു ബൂസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ ഒരു ഓറ, ഫാമിങ്ങും പരിപാടികളൊക്കെ. ആ സാധനം ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു ക്ലാസ് പോയിട്ടൊരു മാസ് പോലും ഇല്ല. ഇതൊന്നും ഇല്ലാത്തൊരു സിനിമ. ഇപ്പം ജയിലർ നോക്കുകയാണെങ്കിൽ ജയിലറിൽ പക്കാ സ്വാഗ് സാധനങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബൂസ്റ്റ് ചെയ്തു ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. അപ്പം അങ്ങനത്തെ ഒരു സാധനം ഇല്ലാത്ത ഒരു ക്ലീഷേ സ്റ്റോറി, ഒരു ആവറേജോ അത് ബിലോ ആവറേജ് എന്ന് പോലും പറയാൻ പറ്റില്ല, അത്രയും മോശം സ്റ്റോറി. ലോകേഷിൻ്റെ കരിയറിലെ ദ വേസ്റ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എൽസിയുവിൻ്റെ പാർട്ടാണ്, അങ്ങനെ ഒന്നുമില്ല, അത് വെറുതെയാണ് അതൊക്കെ തള്ളിയത്. അതായത് ലോകേഷിന് ഈ പറയുന്ന രജനീകാന്തിനെ വെച്ചൊരു സിനിമ എടുക്കണമായിരുന്നു, ഒരു സിനിമ എടുത്തു, അത്രേ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ എടുത്ത് പറയേണ്ടത് സൗബിൻ്റെ ആക്ടിങ് ഭയങ്കര രസമാണ്. ആ ഒരു ക്യാരക്ടർ നൈസാണ്. അത് നല്ലൊരു ക്യാരക്ടർ ആർക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ, ആകെ ഒരു ക്യാരക്ടർ ആർക്കുള്ള ആ ഒരു ക്യാരക്ടറിന് മാത്രമാണ്. പിന്നെ ഈ അമീർ ഖാൻ്റെ ഒക്കെ വെറുതെയാണ് അതൊക്കെ. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്, മോണിക്ക വില്ലുച്ചി എന്ന് പറയുന്ന സോങ്, ഇത്രയാണ് ഈ സിനിമയിൽ നല്ലതെന്ന് പറയാനായിട്ടുള്ളത്. ശ്രുതിഹാസനൊക്കെ എൻ്റെ പിന്നെ ഒന്നും പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതും ലോകേഷിനെ പോലൊരു ഡയറക്ടറിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ സിനിമയാണ് അല്ലെങ്കിൽ ബെറ്റർ സ്റ്റോറിയാണ് പ്രതീക്ഷിച്ചത്. കിട്ടിയത് ഒരു ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മാത്രം ഒപ്പീനിയനാണിത്.